ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് കോട്ടയം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി ടോം മാത്യു. ജില്ലാതല പട്ടയമേളയിലൂടെ ജില്ലയിൽ 1210 കുടുംബങ്ങൾക്ക് പട്ടയം ലഭിച്ചു. കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ 807 പട്ടയങ്ങൾ വിതരണം ചെയ്തു. സംസ്ഥാന പട്ടയമേളയുടെ ഭാഗമായി കോട്ടയത്ത് നടന്ന ജില്ലാതല പട്ടയമേളയിൽ മന്ത്രി വി.എൻ. വാസവൻ പട്ടയ വിതരണം നിർവഹിച്ചു. എംബാങ്ക്മെന്റ് മത്സ്യകൃഷിക്ക് ജില്ലയിൽ തുടക്കമായി. ഉദയനാപുരം ഗ്രാമപഞ്ചായത്തിലെ ചെട്ടിച്ചാൽ കനാലിൽ 1000 വരാൽ കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ.വി. ബിന്ദു ഉദ്ഘാടനം നിർവഹിച്ചു. കേരള നെല്ല് സംഭരണ സംസ്കരണ വിപണന സഹകരണ സംഘം കിടങ്ങൂരിൽ സ്ഥാപിക്കുന്ന റൈസ് മില്ലിന് തറക്കല്ലിട്ടു. കുട്ടനാട്, അപ്പർ കുട്ടനാട് മേഖലകളിലെ കർഷകരിൽ നിന്ന് നെല്ല് സംഭരിച്ച് കുത്തി അരിയാക്കി വിപണിയിലെത്തിക്കുകയാണ് കാപ്കോസ് റൈസ് മില്ലിന്റെ ലക്ഷ്യം. സംസ്ഥാന നൈപുണ്യ വികസന മിഷന്റെ കീഴിൽ ജില്ലാ നൈപുണ്യ വികസന കേന്ദ്രം കാണക്കാരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ തുറന്നു. ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാർത്ഥികൾക്ക് അഭിരുചിക്ക് അനുയോജ്യമായ തൊഴിൽ മേഖലകൾ തെരഞ്ഞെടുക്കാൻ ലക്ഷ്യമിട്ട് ആരംഭിച്ച സ്റ്റാർസ് പദ്ധതിയുടെ ഭാഗമായാണ് പൊതുവിദ്യാലയങ്ങളിൽ നൈപുണ്യ വികസന കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നത്. ജില്ലയിൽ 3 നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ തുറന്നു. ഏറ്റുമാനൂർ നഗരസഭയിലെ ചെറുവാണ്ടൂരും തുമ്പശ്ശേരിയിലും വൈക്കം നഗരസഭയിലെ ചുള്ളിത്തറയിലുമാണ് നഗര ജനകീയാരോഗ്യ കേന്ദ്രങ്ങൾ പ്രവർത്തനം ആരംഭിച്ചത്. കോട്ടയത്തെ പൊതുമരാമത്ത് വകുപ്പ് റെസ്റ്റ് ഹൌസിന്റെ പുതിയ കെട്ടിടവും മുട്ടമ്പലത്തെ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലും ഉദ്ഘാടനം ചെയ്തു. പുതിയ റെസ്റ്റ് ഹൌസ് മന്ദിരത്തിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ കോൺഫറൻസ് ഹാളും ഡൈനിങ് ഹാളും വാഷ്റൂമുകളും ടോയ്ലറ്റ് ബ്ലോക്കുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. മുട്ടമ്പലത്ത് 3 നിലകളിലായി നിർമ്മിച്ച വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിൽ 53 പേർക്ക് താമസിക്കാനുള്ള സൗകര്യമുണ്ട്. ചേർപ്പുങ്കൽ കൊഴുവനാൽ റോഡിൽ മീനച്ചിലാറിന് കുറുകെ നിർമ്മിച്ച ചേർപ്പുങ്കൽ പാലം ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. റീടാറിംഗ് പൂർത്തീകരിച്ച മുണ്ടക്കയം കോരിത്തോട് റോഡും ഗതാഗതത്തിന് തുറന്നു. മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിച്ചു. കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് നിർമ്മാണം ആരംഭിച്ചു. കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച് ചിറ്റാർപ്പുഴയ്ക്കും മണിമല റോഡിനും മീതെ മേൽപ്പാലം നിർമ്മിച്ച് പൂതക്കുഴി റാണി ആശുപത്രിക്ക് സമീപം ദേശീയപാതയിൽ എത്തുന്ന രീതിയിലാണ് ബൈപ്പാസ് നിർമ്മിക്കുക. 1.626 കിലോമീറ്റർ ദൈർഘ്യമുള്ള ബൈപ്പാസിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ കാഞ്ഞിരപ്പള്ളി ടൗണിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. മീനച്ചിൽ ഗ്രാമപഞ്ചായത്തിൽ KSRTCയുടെ ഗ്രാമവണ്ടി സർവീസ് ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്തിലെ സഞ്ചാരയോഗ്യമായ മുഴുവൻ റോഡുകളിലും സർവീസ് നടത്തി ജനങ്ങളുടെ യാത്രാക്ലേശം പരിഹരിക്കുകയാണ് ലക്ഷ്യം. ഈ സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ 12 ലക്ഷം രൂപ പഞ്ചായത്ത് ഗ്രാമവണ്ടി സർവീസിനായി വകയിരുത്തിയിട്ടുണ്ട്. ജില്ലയിൽ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ സജീവമാക്കുന്നതിന്റെ ഭാഗമായി മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ പ്രചരണാർത്ഥം എല്ലാ തദ്ദേശഭരണ സ്ഥാപനങ്ങളെയും ബന്ധിപ്പിച്ച് ശുചിത്വ സന്ദേശയാത്ര നടത്തി. അയ്മനം ഗ്രാമപഞ്ചായത്തിൽ നിന്ന് തുടങ്ങിയ ശുചിത്വ സന്ദേശയാത്ര കോട്ടയം തിരുനക്കര ഗാന്ധി സ്ക്വയറിൽ സമാപിച്ചു. ഭവന നിർമ്മാണത്തിനും ക്ഷേമ പദ്ധതികൾക്കും ഊന്നൽ നൽകി മീനച്ചിൽ ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക ബജറ്റ് അവതരിപ്പിച്ചു. 21.64 കോടി രൂപ വരവും 21.14 കോടി രൂപ ചെലവും 49.48 ലക്ഷം രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ്. കാർഷിക മേഖലയുടെ അഭിവൃദ്ധിക്കായി ജൈവകൃഷി പ്രോത്സാഹനം, കിഴങ്ങുവർഗ്ഗങ്ങളുടെയും ഫലവൃക്ഷങ്ങളുടെയും വിതരണം, ക്ഷീരകർഷകർക്ക് പാലിന് സബ്സിഡി തുടങ്ങിയ പദ്ധതികൾ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിടനാട് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ മെഡിക്കൽ ലാബോറട്ടറി പ്രവർത്തനം ആരംഭിച്ചു. സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ വൃത്താന്തം സമാപിച്ചു.